നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ചേട്ടനും ബ്രവിസും ഒന്നും ഫോമായില്ല. അതെന്താ താൻ ഋതുരാജിനെ പറയാത്തതെന്ന് ചോദിക്കാൻ ആളുണ്ടാവും. ഋതു ഇപ്പോൾ ഫോം ആവലേ ഇല്ലല്ലോ. 195 എന്ന വിജയലക്ഷ്യം മറികടക്കാൻ CSKക്ക് കഴിഞ്ഞില്ല. 10 റൺസിന് അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത SRH നിശ്ചിത 20 ഓവറുകളിൽ 9 വിക്കറ്റിന് 194. ഒരു 10-20 റൺസ് ഷോട്ടാണ് എന്നാണ് പലരും വിലയിരുത്തിയിരുന്നത്. എന്നാൽ CSKക്ക് അവസരത്തിനൊത്ത് ഉയർന്ന് കളി വിജയിപ്പിക്കാൻ കഴിയാതെ പോയി. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്നുള്ള SRHൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് മികച്ച രൂപത്തിലാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത്. പവർ പ്ലേയിൽ ഒരു ബോൾ ശേഷിക്കെ ഹെഡ് മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 75 റൺസ് ആയി കഴിഞ്ഞിരുന്നു. 20 പന്തുകളിൽ നിന്ന് 3 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 23 റൺസ്. പിന്നാലെ ഇഷാൻ കിഷൻ ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങുന്നു. അതേസമയം അഭിഷേക് ശർമ്മയുടെ പൊളിച്ചെടുക്കലാണ് നമ്മൾ കണ്ടത്. 22 പന്തുകൾ 6 ഫോറും 4 സിക്സും അടക്കം 59 റൺസ്. പിന്നെ കാര്യങ്ങൾ ഹെൻറി ക്ലാസിനെ ഏറ്റെടുത്തു. 39 പന്തുകളിൽ 6 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹത്തിൻ്റെ വകയും 59 റൺസ്. മറ്റാർക്കും വലിയ സംഭാവന നൽകാൻ പറ്റിയിട്ടില്ല. നികേത് വർമ്മ 2, നിതീഷ് കുമാർ റെഡ്ഡി 12, അറോറ 13, ലിവിങ്സ്റ്റൺ വന്നിട്ട് 1 റൺസാണ് അടിച്ചത്. അങ്ങനെ പോയി അവരുടെ ബാറ്റിങ്. ഒടുവിൽ അവർ 194-9 എന്ന രൂപത്തിലാണ് 20 ഓവർ പൂർത്തിയാക്കിയത്. അതേസമയം CSKക്ക് വേണ്ടി അൻഷുൽ കമ്പോജ് 3 ഓവർ 22 റൺസിന് 3 വിക്കറ്റ് എടുത്തു. ജെയ്മി ഓവേർട്ടൺ 4 ഓവറിൽ 37 റൺസിന് 3 വിക്കറ്റും എടുത്തു. മുകേഷ് ചൗധരി 2 ഓവറിൽ 21 റൺസിന് 2 വിക്കറ്റാണ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ CSK നല്ലൊരു തുടക്കം ആഗ്രഹിച്ചിരുന്നു, അത് സംഭവിച്ചില്ല. രണ്ടാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ തന്നെ ചേട്ടൻ മടങ്ങി. ചേട്ടൻ ഒരു സിക്സറാണ് അടിച്ചത്. 3 പന്തുകളിൽ 7 റൺസുമായിട്ട് നിതീഷ് കുമാർ റെഡ്ഡിയുടെ പന്തിൽ ഹെൻറി ക്ലാസിൻ പിടിച്ച് പുറത്തായി. എന്നാൽ പിന്നീട് ആയുഷ് മാത്രയുടെ വെടിക്കെട്ടാണ്. 13 പന്തുകളിൽ 5 ഫോറും 1 സിക്സും അടക്കം പയ്യൻ 30 റൺസാണ് അടിച്ചത്. അവന് പരിക്ക് പറ്റിയിരുന്നു. ആ സമയത്ത് അവൻ റിട്ടയർഡ് ഹെഡായി പിൻവലിക്കണ്ടേ? എന്നാൽ പിന്നെയും അവനെ കളി തുടരാൻ നിർബന്ധിപ്പിച്ചു. അടുത്ത പന്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ബോളിൽ അടിക്കാൻ വേണ്ടി ശ്രമിച്ച് ഹെൻറി ക്ലാസിൻ്റെ മികച്ചൊരു ക്യാച്ചിൽ അവൻ മടങ്ങി. അത് CSK വരുത്തിയൊരു മണ്ടത്തരമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഋതു 13 പന്തുകളിൽ നിന്ന് 3 ഫോറിന് സഹായത്തോടെ 19 റൺസ്. മലിംഗയുടെ പന്തിൽ അറോറ പിടിച്ച് പുറത്തായി. ഷോട്ട് സർഫറാസ് ഖാനോടൊപ്പം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആദ്യം സർഫറാസ് വീണു. 19 പന്തിൽ നിന്ന് 3 ഫോറിന് സഹായത്തോടെ 25 റൺസ്. പിന്നാലെ ഷോട്ട് 30 പന്തിൽ നിന്ന് 34 റൺസാണ് അടിച്ചത്. ബ്രവീസ് ഡെക്കായിട്ട് മടങ്ങി. ദ്യൂബെ 16 പന്തിൽ നിന്ന് 21 റൺസ്. സാക്കിബ് ഹസൻ ബൗൾഡാക്കുകയായിരുന്നു. ജെയ്മി ഓവേർട്ടനും അൻഷുൽ കമ്പോജും ചേർന്നുകൊണ്ട് അവസാന ഘട്ടം ശ്രമം നടത്തി. പക്ഷേ അവർക്കൊന്നും അടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അൻഷുൽ കമ്പോജ് ഒരു 6 അടിച്ചു. 8 പന്തിൽ നിന്ന് 13. ഓവേർട്ടൻ 15 പന്തിൽ നിന്ന് 16 റൺസ് മാത്രമാണ് അടിച്ചത്. ഏതായാലും ഒടുവിൽ കളി അവസാനിക്കുമ്പോൾ 10 റൺസ് ഷോട്ട്. 184-8 എന്ന രൂപത്തിലാണ് CSK തങ്ങളുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. 10 റൺസിന് വിജയിച്ചു SRH. 6 കളികളിൽ നിന്ന് 6 പോയിൻറ്റോടെ 4ാമത് നിൽക്കുമ്പോൾ CSK 6 കളികളിൽ നിന്ന് 4 പോയിൻറ്റുമായിട്ട് ഇപ്പോൾ 7ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.